Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലാണ് നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളേഴ്സ് റോസ്, ലൈറ്റ് റോസ്, ഗ്രീന്, വൈറ്റ് കളറ്, അതുപോലെ ഗ്രീൻ കളറ്, പാരഗ്രീൻ കളറ്, ഇത്രയും കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നെക്ക് ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ മൂന്ന് ഫ്ലവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ട് പിന്നത്തെ 3 ഫ്ലവേഴ്സിനാണ് സ്റ്റെമ്മ് ലീഫും ഒക്കെ ഉള്ളത്. പിന്നെ അടുത്ത 3 ഫ്ലവേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത 3 ഫ്ലവേഴ്സ്, സ്റ്റെമ്മ് ലീഫ്, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് 6 സ്ട്രാൻഡ്സിലാണ് എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ത്രെഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്ത് പോവുക. നമ്മൾ ആദ്യം ചെയ്ത് എടുക്കണ ആ ഒരു ത്രെഡിൻ്റെ സൈഡിൽ നിന്ന് വേണം അടുത്ത ത്രെഡ് എടുത്തു പോകാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ സ്റ്റെം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതൊരു 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ ഒരു ഭാഗം ഫുള്ള് നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അടുത്ത ഭാഗം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം ചെയ്തു, അടുത്ത ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. ലീഫ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലീഫുകൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 3 ഫ്ലവേഴ്സ് അല്ലേ, 3 ഫ്ലവേഴ്സിന് ഞാനിവിടെ കൊടുക്കുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അത് സെൻറ്ററിലായിട്ട് നമുക്കൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ലീഫ് ചെയ്തില്ലേ, അത് തന്നെ സെയിം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് ചെയ്ത് എടുക്കാം. അപ്പോൾ കളേഴ്സ് ഒന്ന് മാറ്റി മാറ്റി കൊടുക്കണം. ലൈറ്റ് റോസ്, ഡാർക്ക് റോസ്, പിന്നെ വൈറ്റ് കളറ്, അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. അത് സ്റ്റെമ്മുള്ള ഭാഗത്തും ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ 3 ഫ്ലവേഴ്സ് നമ്മൾ കാണിച്ചിരുന്നല്ലോ പിക്ചറിൽ, അവിടെ നമ്മൾ റിംഗ് നോട്ടുമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആക്ച്വലി 2 ഫ്ലവേഴ്സാണ് നമുക്കിവിടെ വരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഫ്ലവേഴ്സാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള ഫ്ലവേഴ്സും പിന്നെ റിംഗ് നോട്ട് ഫ്ലവേഴ്സും. സ്റ്റെമ്മിന് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീഫിന് ലോങ് ഫ്രഞ്ച് നോട്ടുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ 3 ഫ്ലവേഴ്സ് സെൻറ്ററിൽ വരുന്നിട്ടുള്ള അവിടെ നമുക്ക് റിംഗ് നോട്ട് ചെയ്യാം. റിംഗ് നോട്ട് ചെയ്യാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ഫ്രഞ്ച് നോട്ട് ഒന്ന് സെൻറ്ററിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്.
ആ ഒരു ഫ്രഞ്ച് നോട്ടിന് ചുറ്റിനുമായിട്ട് നമുക്ക് റിംഗ് നോട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് നമ്മളുടെ പിക്ചറിൽ കണ്ട പോലെയാണ് നമുക്കിത് വരുന്നത്. ഇതുപോലെ റിംഗ് നോട്ടും ലോങ് ഫ്രഞ്ച് നോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഓൾ തന്നെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. താങ്ക് യു.